ഒക്ടോബർ 7 ജപമാല മാതാവിന്റെ തിരുനാൾ. 1571 തുർക്കി അധിനിവേശത്തിനെതിരെ യൂറോപ്യൻ ക്രൈസ്തവലോകം ഉറപ്പിച്ച നാവിക വിജയത്തിന്റെ ബഹുമാനാർത്ഥം നൂറ്റാണ്ടുകളായി വിജയത്തിന്റെ മാതാവിന്റെ പെരുന്നാൾ എന്നറിയപ്പെടുന്ന ഈ ദിനം ആഘോഷിക്കുന്നു. ഏറ്റവും നിർണായകമായ ഒന്നായ ലെപാന്റോയിലെ വിജയത്തിന് വിശുദ്ധ പിയൂസ് അഞ്ചാമൻ മാർപ്പാപ്പ കാരണമായി. 900 വർഷങ്ങളായി മുസ്ലിം ഓട്ടോമൻ സാമ്രാജ്യം യൂറോപ്പിലേക്ക് വ്യാപിച്ചുകൊണ്ടിരുന്നു. 1453 ആയപ്പോഴേക്കും കുറേയധികം ക്രിസ്ത്യൻ ദേശങ്ങൾ കൈക്കലാക്കി. റോമിനെ ഭീഷണിപ്പെടുത്തി മെഡിറ്ററേനിയനിലേക്ക് തുടർന്നു. പോപ്പും യൂറോപ്പിലുടനീളമുള്ള ക്രിസ്ത്യാനികളും ജപമാലയുമായി യുദ്ധത്തിന് തയ്യാറെടുത്തു. ഓരോ പുരുഷനോടും സ്ത്രീയോടും കുട്ടിയോടും ജപമാല അർപ്പിക്കാനായി വിശുദ്ധ പിയൂസ് മാർപ്പാപ്പ അപേക്ഷിച്ചു. യുദ്ധം തുടങ്ങിയപ്പോൾ എല്ലാവരും പ്രാർത്ഥന ആരംഭിച്ചു. അന്ന് വൈകുന്നേരം 4 മണിക്ക് ഹോളി ലീഗിന്റെ അതിശയകരമായ വിജയത്തിന്റെ അത്ഭുതകരമായ ദർശനം പിയൂസ് അഞ്ചാമൻ മാർപ്പാപ്പയ്ക്ക് ലഭിച്ചതായി ചില വിവരണങ്ങൾ പറയുന്നു. ഏകദേശം 300 തുർക്കി കപ്പലുകളിൽ 13 ഒഴികെ മറ്റെല്ലാം പിടിക്കപ്പെടുകയോ മുങ്ങുകയോ ചെയ്തതായി ഒടുവിൽ അറിയിച്ചപ്പോൾ അന്നത്തെ സംഭവങ്ങളുടെ പ്രാധാന്യം മാർപ്പാപ്പ മനസ്സിലാക്കി. വിജയം നിർണായകമായിരുന്നു. അത് ക്രിസ്തുമതത്തിന്റെയും യൂറോപ്പിന്റെയും ചരിത്രത്തിൽ ഒരു വഴിത്തിരിവായി. പിയൂസ് അഞ്ചാമൻ മാർപ്പാപ്പ വിജയത്തിന്റെ മാതാവിന് നന്ദി പറയുന്നതിന്റെ ഭാഗമായി ഈ ദിനം സമർപ്പിച്ചു. പോപ്പ് ഗ്രിഗറി 13 പിന്നീട് ജപമാലയുടെ മാതാവിന്റെ തിരുനാൾ എന്നാക്കി.